കുമിള വരാതിരിക്കാൻ ഒരു ചെറിയ ട്രിക്ക്. നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ചാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഞാൻ പാവയ്ക്ക മെഴുക്കുപുരട്ടിയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി പാവയ്ക്ക, സവോള, പച്ചമുളക് ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരല്പം ഉപ്പുകൂടി ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് മുമ്പ് ഞാനൊരു ലഞ്ച് കാണിച്ചപ്പോൾ അതിനകത്തും പാവയ്ക്ക മെഴുക്കുപുരട്ടി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നും അത് തന്നെയാണ്. ഇനി നമ്മൾ ചെയ്യുന്നുണ്ട്, പാൽക്കപ്പ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ, തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പാൽക്കപ്പയ്ക്കുള്ള വെള്ളമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട്, നന്നായിട്ട് വെട്ടി തിളച്ചിട്ടില്ല. ഇതിലേക്ക് നമ്മൾ പൊളിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത കപ്പ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തു. ഇതിൻ്റെ കൂടെ പാവയ്ക്ക ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ബർണർ നല്ല ഫ്ലെയിമാണ് കേട്ടോ. അത് എത്ര നമ്മൾ കുറച്ചാലും ഇത്ര ഉണ്ടാവും. ഏറ്റവും വലിയ ബർണർ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടെ ഇളക്കി കൊടുത്താലേ പറ്റൂ. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഇവിടെ നല്ലതുപോലെ വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കപ്പ വെന്ത് വരും കേട്ടോ. പെട്ടെന്ന് വേകുന്ന കപ്പയാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം പകുതി വേവായിട്ടുണ്ട്. കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും 2 പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. 2-3 പച്ചമുളക് എടുക്കാം കേട്ടോ. ഇവിടെ എരിവ് മുളകൊക്കെ ആണെങ്കിൽ ഒരുപാട് എരിവ് അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് എടുത്തത്. ഇത് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പാവയ്ക്ക വീണ്ടും ഇളക്കി കൊടുക്കുകയാണ്. പാവയ്ക്കയും റെഡി ആയിട്ടില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇങ്ങനെ കിടന്നിട്ട് പാവയ്ക്ക റെഡി ആയിക്കോളും. ഇത് ചക്കക്കുരുവും ചക്കക്കൂഞ്ഞിയും കൂടെ തോരൻ വെച്ചാണ് കേട്ടോ. അത് നേരത്തെ രാവിലെ വെച്ചതാണത്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറി, ഇപ്പോൾ പാവയ്ക്ക, കുറച്ച് വഴുതനങ്ങ, കോവയ്ക്ക ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ. ചക്കക്കുരു, ചക്കയുടെ കൂഞ്ഞി ഒന്നും ഇപ്പം ഞാൻ കളയില്ല. കാരണം നമ്മൾ ഈ വിഷങ്ങളാണല്ലോ അത്രയും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിയിൽ നിന്ന് മേടിക്കുന്നതെല്ലാം അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ വീട്ടിൽ തന്നെയുള്ള ചക്കക്കുരു, ചക്കക്കൂഞ്ഞി ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പം. അതുപോലെ പാവയ്ക്ക, വഴുതനങ്ങ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ വെന്തു. കപ്പ ഞാൻ ഊറ്റിയെടുത്തിട്ട് അതേ കടായി തന്നെ കഴുകിയിട്ട് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് കപ്പ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ പാവയ്ക്ക മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് സ്റ്റൗവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു തവി ഇങ്ങനെ വെച്ചിട്ടാണ് അടച്ച് വെക്കുന്നത്, അല്ലെങ്കിൽ വിയർപ്പ് നീരാവി വെള്ളം അതിൽ വീഴുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. കടുകിട്ട് കൊടുത്തതിന് ശേഷം കേട്ടോ, കടുക് പൊട്ടിയതിന് ശേഷം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചതച്ച് കൊണ്ടുവന്ന ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരണം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആദ്യമൊന്നും ഞാൻ ഈ ചക്കക്കുരു, ചക്കക്കുഞ്ഞൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വെക്കാറില്ലായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു സംഭവമായിരുന്നു. ഇപ്പോൾ പക്ഷേ ഓരോ ദിവസവും നമ്മൾ ഇതുപോലെ ഈ പുറത്തുനിന്ന് വാങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ മടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ പിന്നെ കുറച്ചൊക്കെ ഉള്ളൂ. പാവയ്ക്ക, വെണ്ടയ്ക്ക, കോവയ്ക്ക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് ഇതൊന്നും ഞാനിപ്പോൾ കളയാറില്ല കേട്ടോ, ചക്കക്കുരുവും ചക്കയുടെ കുഞ്ഞും ഒന്നും. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ വാഴപ്പിണ്ടി ഇതൊക്കെ തന്നെയാണ് അധികവും ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ മസാല ഇളക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. കപ്പയിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് പുഴുങ്ങി വെച്ചിട്ടുള്ളത്, വേവിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മസാലയ്ക്ക് ഉപ്പ് വേണമല്ലോ. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കുറച്ചും കൂടെയും ഉപ്പിൻ്റെ ആവശ്യം വരും. അപ്പോഴും നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും പാൽക്കപ്പ ഇഷ്ടമാണോ? കമൻറ്റ് ചെയ്യണം കേട്ടോ, പാൽക്കപ്പ ഇഷ്ടമുള്ളവർ. എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. എനിക്കിവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ പാൽക്കപ്പ. പ്രത്യേകിച്ച് കറിയുടെ ഒന്നും മീനിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലേ പാൽക്കപ്പയാണെങ്കിൽ. അപ്പോൾ അതാ ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച്
വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുള്ള കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ നല്ലതുപോലെ കൊണ്ട് ഉടച്ചെടുക്കില്ല കേട്ടോ, ഒന്ന് നന്നായിട്ട് ഒരുപാട് പൊടിഞ്ഞ് വരാൻ നിൽക്കില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയുള്ളൂ. എന്നാൽ കുറച്ചൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കുന്നതാണ് കേട്ടോ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്കൊന്ന് തവി കൊണ്ട് തന്നെ ഉടച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിനി തേങ്ങയുടെ രണ്ടാം പാൽ ചേർക്കുമ്പോൾ ഈ കഷ്ണത്തിലൊക്കെ കപ്പയുടെ വലിയ പീസ് ഉണ്ടല്ലോ അതിലേക്കൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തേങ്ങയുടെ രണ്ടാം പാൽ കൂടി എടുക്കുന്നത്. ഒന്നാം പാൽ നമ്മൾ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഇറക്കി വെക്കുമല്ലോ, ചെറുതായിട്ട് തിളച്ചതിന് ശേഷം ഇറക്കി വെക്കില്ലേ. അപ്പോൾ ഈ രണ്ടാം പാലിൽ കിടന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വെന്ത് തേങ്ങാപ്പാലൊക്കെ ഇതിലേക്ക് യോജിച്ച് വരണം. അപ്പോൾ അതിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീണ്ടും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ കഴിക്കാൻ തോന്നുന്നത് അത്ര ടേസ്റ്റാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഞാൻ നോക്കുമ്പോൾ കുറച്ച് എരിവിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പം അധികം ചേർത്ത് കൊടുത്തു. കുറച്ച് ചില്ലി ഫ്ലേക്സ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു 3/4 ടീസ്പൂൺ. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് കുറച്ച് എരിവൊക്കെ നല്ലതാണ് കേട്ടോ, കാരണം നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ കുറച്ച് എരിവ് നല്ലത് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഞാൻ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തു. രണ്ടാം പാൽ ചേർത്തിട്ട് നല്ലതുപോലെ അത് നന്നായിട്ടിത് വറ്റി വന്നതിന് ശേഷമാണ് ഒന്നാം പാലാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് മാറ്റി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയാണ്. ഇത് ഇപ്പം നല്ലതുപോലെ തന്നെ ഇതിലേക്ക് പെട്ടെന്ന് അങ്ങ് വറ്റി വന്നോളൂ. ഇതിൽ നന്നായിട്ട് കപ്പയിലൊക്കെ യോജിച്ച് വന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഈ തേങ്ങാപ്പാലും ഈ കറിവേപ്പിലയും ഒക്കെ നല്ലതുപോലെ ഒന്നും ഇതിൻ്റെ സ്മെല്ലൊക്കെ അതിലേക്ക് തന്നെ അവിടെ പിടിച്ചോട്ടെ. അപ്പോൾ ഞാനിതാ ഇതൊരു ചെറിയ ബർണർ, ഒരു നല്ലൊരു ബർണർ കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിം ആയിരുന്നു ഇതിന്. ഇപ്പോൾ അത് കംപ്ലൈൻ്റ് ആയത്. അപ്പോൾ ഞാൻ അധികം ഇപ്പോൾ ഇതിലേക്ക് അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ പപ്പടത്തിന് വേണ്ടിയിട്ട് നമുക്കിത് മതി. അതുകൊണ്ട് ഈ ബർണറിലേക്ക് ഞാൻ പപ്പടത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ പപ്പടം ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കും കേട്ടോ. അതാണ് നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടത്. കാരണം അതങ്ങനെ ഒരുപാട് ഇങ്ങനെ കുമിളിച്ച് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ കുത്തി കഴിയുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾ കുത്തി കൊടുക്കുക. കുറച്ചധികം തന്നെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ഡബ്ബയിലേക്ക് ഞാൻ ഇട്ട് വയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുള്ള പപ്പടം കണ്ടോ, എവിടെയൊക്കെ നമ്മൾ ആ കുത്താതിരുന്ന് അവിടെയാണ് ഈ പൊള്ളി വരുന്നത്. ഇതുപോലെ കുമിളയായിട്ടിങ്ങനെ ഒറ്റ കുമിളയായിട്ട് വരുന്നത്. അപ്പോൾ അത് എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട്, നമ്മൾ ചില സദ്യക്കൊക്കെ പോകുമ്പം അങ്ങനത്തെ പപ്പടം കിട്ടാറുണ്ടല്ലേ, അതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ 2 എണ്ണം ഇടുമ്പോൾ തന്നെ ആ ഒരു ഡബ്ബ നിറയും. അത് മാത്രമല്ല എനിക്കെന്തോ ഒരു സുഖം തോന്നാറില്ല കേട്ടോ, അത്ര ഇങ്ങോട്ട് കുമിളിച്ച് വരുമ്പം. അതുകൊണ്ട് ഞാൻ ഇതുപോലെ എനിക്ക് ആരോ നേരത്തെ ഒരുപാട് നാളിന് മുമ്പ് ആരോ പറഞ്ഞു തന്നാണ് കേട്ടോ, ഇങ്ങനെ ഈ ഇതിങ്ങനെ കുത്തി കൊടുത്താൽ മതി, ഇതുപോലെ പുള്ളി വരത്തില്ല, ഇങ്ങനെ കുമിളിച്ച് വരില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഇത് ഞാൻ കുത്താതെ എടുത്ത പപ്പടമാണ്. ഇത് നോക്കുകയുള്ളൂ എങ്ങനെയാണ് പുള്ളി വരുന്നത് കണ്ടോ. ഒറ്റ എന്താണ് വലിയ പൂരിയൊക്കെ പോലെ അങ്ങ് പുള്ളി വരികയാണ്. അതൊരു സുഖമില്ല. നമുക്കിനി ഈ ഡബ്ബയിലേക്ക് ഇട്ട് വയ്ക്കാനായിട്ട്, ഈ ടിന്നിലിട്ട് വയ്ക്കാനായിട്ട് കൊള്ളുകയില്ല. 2 എണ്ണം ഇടുമ്പോൾ തന്നെ നമ്മുടെ ഡബ്ബ നിറയും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ഇത് അറിയുന്നവരാരും ഉണ്ടാവൂലേ, ഒരുപാട് പേർക്കും അറിയാം, പക്ഷെ അറിയാത്തവരാരെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇത് കാണിച്ചത്. അപ്പം നമ്മുടെ പപ്പടമൊക്കെ ഇവിടെ ഏകദേശം അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശമല്ല, ഫുള്ളായിട്ട് പപ്പടം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കൊണ്ടാട്ട മുളക്, നല്ല മുളകാണ് കേട്ടോ അത്. ചില സമയത്ത് നമ്മൾ വാങ്ങുന്ന ഭയങ്കര ഉപ്പാവും, ഇതിനങ്ങനെ ഒരുപാട് ഉപ്പൊന്നുമില്ല, നല്ല കൊണ്ടാട്ട മുളകായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ചിലയിടത്തൊക്കെ കണ്ടില്ല, ഒരുപാട് അങ്ങോട്ട് കുറച്ച് കരിഞ്ഞ് വരുന്നുണ്ടാവും, അത്ര ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ്, എന്നാലും നല്ല കരുമുരാന്ന് തന്നെയാണ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതും കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചാൽ ഒരു 3-4 ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ ഇത്. പിന്നെ അച്ചാറുകളൊക്കെ ഉണ്ടാവും, അച്ചാർ എങ്ങനെ പോലെ ഒരു 3-4 ഐറ്റം അച്ചാറൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് ഇത് ചിലവാകുകയുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ നേരത്തെ സാമ്പാർ വെച്ചിട്ടുണ്ട്, രാവിലെ ഇഡ്ഡലിക്ക് സാമ്പാർ വെച്ചിട്ടുണ്ട്. പിന്നെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി, ചക്കക്കുരു ചക്കക്കുഞ്ഞി തോരൻ, പിന്നെ അച്ചാർ, പപ്പടം, ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കൊണ്ടാട്ടം മുളക്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച് വിഭവം. എല്ലാവർക്കും ഇഷ്ടമായോ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. താങ്ക് യു.